ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ ബി.ജെ.പിയെ നയിക്കാൻ 45-കാരനായ നിതിൻ നബീൻ എത്തുന്നതിനെ ഉറ്റുനോക്കുകയാണ് രാജ്യവും ലോകവും. മൂന്നാം തലമുറയിലേക്ക് അധികാരം കൈമാറുന്നുവെന്ന ഒറ്റ വാക്കിൽ ഒതുക്കാവുന്നതല്ല ഈ ഒരു മാറ്റം. അർഹതയുള്ളവർക്ക് എന്നും അംഗീകാരം നൽകുന്ന പാർട്ടിയെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഈ ഒരു തീരുമാനം പുതുമയല്ല. എന്നും അപ്രതീക്ഷിത തീരുമാനങ്ങളിലൂടെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന പാർട്ടി ലോകത്തിനു മുന്നിലേക്ക് പുതിയൊരു സന്ദേശം കൂടി പകർന്നു നൽകുകയാണ്. ബി.ജെ.പി ഇന്ന് പഴയ ബി.ജെ.പി അല്ല. കേന്ദ്രത്തിലും വിവിധ സംസ്ഥാനങ്ങളിലുമായി ഭരണം നടത്തുന്ന ബി.ജെ.പിയെയും എൻ.ഡി.എ മുന്നണിയെയും നയിക്കേണ്ട കടമ കൂടി നിക്ഷിപ്തമായിരിക്കുന്നത് നിതിൻ നബീനിലാണ്. ബീഹാർ സംസ്ഥാന സർക്കാരിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെയാണ് നിതിൻ നബീനെ 2025 ഡിസംബർ 14 പാർട്ടി വർക്കിംഗ് പ്രസിഡന്റായി നിയമിക്കുന്നത്. 5 തവണ തുടർച്ചയായി എം.എൽ.എയും മന്ത്രിയുമെന്ന നിലയിൽ മികച്ച റെക്കോർഡും സംഘടനാ പരിചയവുമുള്ള കഠിനാധ്വാനിയായ യുവനേതാവാണ് നിതിൻ നബീൻ. എളിമ നിറഞ്ഞ സ്വഭാവത്തിലൂടെയും ഉറച്ച പ്രവർത്തന ശൈലിയിലൂടെയും ശ്രദ്ധേയനാണ് അദ്ദേഹം. കഠിനാധ്വാനവും അച്ചടക്കവും തികഞ്ഞ അർപ്പണബോധവുമാണ് നിതിനെ സാധാരണ പ്രവർത്തകനിൽ നിന്ന് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് ഉയർത്തിയത്. 1980 മെയ് 23 ജാർഖണ്ഡിലെ റാഞ്ചിയിൽ RSS ബി.ജെ.പി പശ്ചാത്തലമുള്ള കുടുംബത്തിലാണ് നിതിന്റെ ജനനം. മുതിർന്ന ബി.ജെ.പി നേതാവും 4 തവണ എം.എൽ.എയുമായ നബീൻ കിഷോർ പ്രസാദ് സിൻഹയുടെയും മീര സിൻഹയുടെയും മകൻ പിതാവിന്റെ വഴിയെ രാഷ്ട്രസേവനത്തിനും ജനസേവനത്തിനും ഇറങ്ങുകയായിരുന്നു. സിറ്റിംഗ് എം.എൽ.എ ആയ അച്ഛന്റെ മരണത്തെ തുടർന്ന് പട്ന വെസ്റ്റ് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2006 നിതിൻ ആദ്യമായി എം.എൽ.എ ആകുന്നത്. 25 വയസ്സായിരുന്നു അന്ന്. തുടർന്ന് 2010, 2015, 2020, 2025 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബങ്കിപൂരിൽ നിന്ന് 51,936 അധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നിതിൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. ബീഹാറിൽ ബി.ജെ.പി സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിലും ജെ.ഡി.യുമായി കൈകോർത്ത് അധികാരത്തിലെത്തുന്നതിലും നിതിൻ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. 2 തവണ സംസ്ഥാനത്ത് മന്ത്രിയായി തിളങ്ങി. 2021 ഫെബ്രുവരി മുതൽ 2022 ഓഗസ്റ്റ് വരെ പൊതുമരാമത്ത് മന്ത്രിയായാണ് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചത്. 2024 മുതൽ 2025 വരെ നഗര വികസന ഭവന നിർമ്മാണ മന്ത്രിയായും നിയമനീതി വകുപ്പ് മന്ത്രിയായും പ്രവർത്തിച്ചു. 2025 ഫെബ്രുവരിയിൽ വീണ്ടും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി. 2008 യുവമോർച്ച ദേശീയ നിർവാഹക സമിതി അംഗം. 2010 മുതൽ 2016 വരെ യുവമോർച്ച ദേശീയ ജനറൽ സെക്രട്ടറി. 2016 മുതൽ 2019 വരെ ബീഹാർ യുവമോർച്ച അധ്യക്ഷൻ എന്നീ ചുമതലകൾ നിർവഹിച്ചു. യുവമോർച്ച ദേശീയ ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കെ നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റി. 2019 സിക്കിമിന്റെ പ്രഭാരിയും തെരഞ്ഞെടുപ്പ് പ്രഭാരിയുമായി. 2021 മുതൽ 2024 വരെ ഛത്തീസ്ഗഡിൽ സഹപ്രഭാരി ചുമതല വഹിച്ചു. ഈ കാലയളവിൽ നിതിൻ ബൂത്ത് തലം മുതലുള്ള പ്രവർത്തകരെ ഊർജ്ജസ്വലരാക്കി പുതിയ മുന്നേറ്റം നടത്തി. ഭരണകക്ഷിയായിരുന്ന കോൺഗ്രസിനെ മലർത്തിയടിച്ച് 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി.ജെ.പിയെ അധികാരത്തിലെത്തിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു. സഹപ്രഭാരി ചുമതല ഏറ്റെടുത്തതു മുതൽ നിതിന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. സംസ്ഥാനത്ത് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുമെന്ന് 2021 തന്നെ നിതിൻ പ്രഖ്യാപിച്ചിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിതിൻ നബീനായിരുന്നു ഛത്തീസ്ഗഡിന്റെ പ്രഭാരി. സംസ്ഥാനത്തെ 11ൽ 10 സീറ്റിലും ബി.ജെ.പി വിജയിച്ചു. ബി.ജെ.പിയുടെ 12ാമത് ദേശീയ അധ്യക്ഷനായാണ് നിതിൻ നബീൻ ചുമതലയേറ്റത്. അടൽ ബിഹാരി വാജ്പേയി മുതൽ ജെ.പി നഡ്ഡ വരെയുള്ള അധ്യക്ഷന്മാരെ പോലെ പാർട്ടിയെ ശക്തമായി നയിക്കുക എന്നതിനൊപ്പം ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിൽ പാർട്ടിയെ ഭരണത്തിലെത്തിക്കുക എന്ന ദൗത്യവും ഇദ്ദേഹത്തിനുണ്ട്. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമ ബംഗാൾ, ആസം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണ് പുതിയ ദേശീയ അധ്യക്ഷന് മുന്നിലുള്ള ആദ്യത്തെ വെല്ലുവിളി. വർക്കിംഗ് പ്രസിഡന്റായിരിക്കെ ഇതിൽ പല സംസ്ഥാനങ്ങളിലും ഇതിനകം അദ്ദേഹം സന്ദർശനം നടത്തിക്കഴിഞ്ഞു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് കർമ്മ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന നരേന്ദ്രമോദി സർക്കാരിന് ശക്തമായ പിന്തുണ നൽകുക എന്ന ദൗത്യവും പുതിയ ദേശീയ അധ്യക്ഷനുണ്ട്. നിതിൻ നബീന്റെ സംഘാടക മികവും നേതൃപാടവവും ബി.ജെ.പിക്ക് രാജ്യത്തെ യുവ പ്രവർത്തകർക്കും പുത്തൻ ഉണർവേകുമെന്നത് ഉറപ്പാണ്.